എന്താ? എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടുമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് മാത്രം ജനാധിപത്യം എന്നുള്ള സംവിധാനം ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാല് ഓരോ പാർട്ടി CPM-കാർ അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുള്ളൂ, BJP-കാർ അവർക്ക്, കോൺഗ്രസ്കാർ അവർക്ക്, അങ്ങനെ മാത്രമേ കൊടുക്കുള്ളൂ. അവിടെ ജനാധിപത്യ സംവിധാനം പിന്നെ ഇല്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയാധിപത്യം എന്ന സംവിധാനമാണ് പിന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളത്. ഈ ജനാധിപത്യം എന്ന സംവിധാനം ഇനി എന്നാണ് നടപ്പിൽ വരുത്തുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യന്റെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് മനുഷ്യന്റെ വിദ്യാഭ്യാസം അവന്റെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എന്നാണ് മനുഷ്യനെ ഒന്നുപോലെ കാണുന്ന ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടാകുന്നത്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയാധിപത്യ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ആ നിലപാട് ഇവിടെ അവസാനിപ്പിക്കണം. മനുഷ്യനെ ഒന്നുപോലെ കാണണം. അത് തന്നെ. എന്താ നിലപാട് മൊത്തത്തിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താ? പറഞ്ഞോ, ചുരുക്കി പറഞ്ഞു. അവതാരകൻ ഒരുപാട് ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിനെ പിന്തുണക്കുന്നതായിട്ട് തോന്നി. അതായത് തുടക്കം മുതല് തുടക്കത്തില് അദ്ദേഹം KPCC പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന കേട്ടു. ഇപ്പൊ ഇവിടെ അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴും മസാല ദോശയുടെ കഥ ഇട്ടിട്ട് അത് ചോദിച്ചത് UDF പ്രതിനിധിയോടാണെങ്കിലും അവതാരകൻ ഇടപെട്ടിട്ട് അത് മസാല ദോശയോട് ഉപമിച്ചിട്ട് അത് തീർക്കുക ചെയ്തത്. അത് UDF പ്രതിനിധിക്ക് അതിനെ ഒരുപാട് ന്യായീകരിക്കാൻ വേണ്ടി എപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും മുന്നോട്ട് വരുന്ന ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഈ KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പോലും സമയമില്ലാത്ത ആള് കണ്ണൂരിൽ മത്സരിച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ജയിച്ചിട്ട്? അത് മാത്രല്ല, കണ്ണൂരില് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു വന്നാൽ ജില്ലാ സെക്രട്ടറി ആയി പുതിയൊരാൾ വരും. KPCC പ്രസിഡന്റ് ജയിച്ചു വരികയാണെങ്കിൽ പുതിയൊരാൾ വരുമോ? അവിടെ മൈക്കില്ല. പറഞ്ഞോ. ഇവിടെ സംസാരിക്കുന്ന ആള് ഈ ചെറുപ്പക്കാരനായിരുന്നു. ശരി, പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് KPCC പ്രസിഡന്റ് പണി എടുക്കുന്നുണ്ട്. അത് മറ്റുള്ള പാർട്ടിക്കാർ പറയേണ്ട ആവശ്യമില്ല. അത് പാർട്ടിയിൽ കൃത്യമായി പണിയെടുത്തിയാണ് KPCC പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമില്ല. നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിൽ പോയിക്കൊണ്ട് കെ സുധാകരൻ എം പി BJP കടന്നു പോകുന്ന KPCC പ്രസിഡന്റിന്റെ കാര്യം KPCC പ്രസിഡന്റ് നോക്കൂ. നിങ്ങള് കേരള പ്രദേശ് CPM-നോട് പറയാനുള്ളത് KPCC പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുധാകരനെതിരെ ന്യൂനപക്ഷ മേഖലയിൽ പോയിക്കൊണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിന് മുന്നിൽ പറയും കെ സുധാകരൻ എം പി BJP പോകുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പല നേതാക്കന്മാർ, ലോക്കൽ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ പല നേതാക്കന്മാരും ന്യൂനപക്ഷ മേഖലയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പോയി പറയും KPCC പ്രസിഡന്റ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇത്തരത്തിലെ പക്ഷ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞോട്ടെ. കെ സുധാകരൻ എന്നെ പോലെ നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് വളർത്തി മുന്നോട്ട് പോകുന്ന നേതാവിന്റെ പേരാണ് കെ സുധാകരൻ. അത് നിങ്ങൾ മനസ്സിലാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു വാക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ MLA MP മന്ത്രിമാർ അടക്കം BJP-യിലേക്ക് പോയ സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് KPCC പ്രസിഡന്റ് ഉടൻ തന്നെ BJP-യിലേക്ക് പോകുന്നു പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാണ്ട്, കണ്ണൂരിന്റെ വികസനത്തിന് KPCC പ്രസിഡന്റ് നൽകിയ ഒരു 5 കാര്യങ്ങൾ UDF പ്രതിനിധി പറയണം നടപ്പിലാക്കാൻ.